നമസ്കാരം, മീനു എം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അറിയാവുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണം. ഇന്ന് നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അബ്രീവിയേഷൻസും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും നോക്കാം. First one, ATP, adenosine triphosphate. Adenosine triphosphate is an organic compound and heterotrope that provides energy to drive many processes in living cells, such as muscle contraction, nerve impulse propagation, condensate dissolution, and chemical synthesis. ജീവശാസ്ത്രത്തിൽ പ്രകൃതിയും ജീവജാലങ്ങളും പരസ്പരം നടത്തുന്ന ഊർജ കൈമാറ്റങ്ങളിലെ പ്രധാന നാണയമാണ് ATP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന രാസസംയുക്തം. നെക്സ്റ്റ് വൺ, ADH, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. Anti-diuretic hormone is a hormone that helps your kidneys manage the amount of water in your body. Anti-diuretic hormone is also known as vasopressin. ADH is produced in the hypothalamus and stored in the pituitary gland. It's released from there into the bloodstream, and it affects how the kidneys work by letting them know how much water they need to keep in or get out of the body. ADH ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു. അത് അവിടെ നിന്ന് രക്തത്തിലേക്ക് വിടുന്നു. ശരീരത്തിൽ എത്ര വെള്ളം സൂക്ഷിക്കണം അല്ലെങ്കിൽ പുറത്തു പോകണം എന്ന് ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അറിയിക്കുന്നതിലൂടെ വൃക്കകളുടെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. നെക്സ്റ്റ് വൺ, BHC, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. It is also known as hexachlorine or lindane. Benzene hexachloride with a faint musty taste is a colorless solid. It is an organochlorine chemical and is commonly used for an agricultural insecticide and also a pharmaceutical remedy for scabies and lice. ഹെക്സാക്ലോറൻ അല്ലെങ്കിൽ ലിൻഡൈൻ എന്നും BHC അറിയപ്പെടുന്നു. ചെറിയ രുചിയുള്ള ബെൻസീൻ ഹെക്സാക്ലോറൈഡ് നിറമില്ലാത്ത ഒരു കരപദാർത്ഥമാണ്. ഇത് ഒരു ഓർഗാനോക്ലോറിൻ രാസവസ്തുവാണ്. സാധാരണയായി കാർഷിക കീടനാശിനിയായും ചൊറി, പേൻ എന്നിവയ്ക്കുള്ള മരുന്നായും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈത്തൈൻ. Dichloro-diphenyl trichloroethane, commonly known as DDT, is a colorless, tasteless, and almost odorless crystalline chemical compound and organochloride, originally developed as an insecticide. ഒരു രാസ കീടനാശിനിയാണ് DDT. ഉറുമ്പ്, ചെള്ള്, പാറ്റ, ഈച്ച, കൊതുക് തുടങ്ങിയ കീടങ്ങളെ നശിപ്പിക്കാൻ DDT വ്യാപകമായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, ECG, ഇലക്ട്രോകാർഡിയോഗ്രാം. An electrocardiogram is a simple test that can be used to check your heart's rhythm and electrical activity. Sensors attached to the skin are used to detect the electrical signals produced by your heart each time it beats. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉളവാക്കുന്ന വിദ്യുത് സിഗ്നലുകൾ അളന്ന് രേഖപ്പെടുത്തുന്ന വൈദ്യപരിശോധനാ സംവിധാനമാണ് ECG അഥവാ ഇലക്ട്രോകാർഡിയോഗ്രാം. ECG പരിശോധന ഹൃദയത്തെ ബാധിച്ചിരിക്കാവുന്ന സാരവും നിസ്സാരവുമായ വ്യതിയാനങ്ങളെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും സൂചനകൾ നൽകുന്നു. പലപ്പോഴും ECGയുടെ ലഭ്യത ഒരു ജീവൻ രക്ഷാ നടപടിയായി ഭവിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാം. An electroencephalogram is a test that measures electrical activity in the brain using small metal discs attached to the scalp. Brain cells communicate via electrical impulses and are active all the time.
മസ്തിഷ്കത്തിലെ നാഡീവ്യൂഹ കോശങ്ങൾ അഥവാ ന്യൂറോൺസ് ജനിപ്പിക്കുന്ന വിദ്യുത് സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന വൈദ്യപരിശോധനാ സംവിധാനമാണ് EEG. തലയോടിനെ ആവരണം ചെയ്യുന്ന തൊലിപ്പുറത്ത് അനേകം ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചാണ് വിദ്യുത് പ്രവർത്തനം രേഖപ്പെടുത്തുന്നത്. ഏകദേശം അരമണിക്കൂർ തുടർച്ചയായി മസ്തിഷ്കത്തിൻ്റെ വിദ്യുത് പ്രവർത്തനം രേഖപ്പെടുത്തി അവ തരംഗരൂപത്തിൽ ലഭ്യമാക്കുകയാണ് EEG യന്ത്ര സംവിധാനം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Biochemical oxygen demand is the amount of dissolved oxygen used by microorganisms in the biological process of metabolizing organic matter in water. വെള്ളത്തിൽ ജൈവവസ്തുക്കളെ ഉപാപചയമാക്കുന്ന ജൈവ പ്രക്രിയയിൽ സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന അലിഞ്ഞുപോയ ഓക്സിജന്റെ അളവാണ് BOD. നെക്സ്റ്റ് വൺ WHO, World Health Organization. The World Health Organization is a specialized agency of the United Nations responsible for international public health. The WHO Constitution states its main objective as the attainment by all peoples of the highest possible level of health. അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയേതര പ്രത്യേക ഏജൻസിയാണ് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് സംഘടനയുടെ ആസ്ഥാനം. നെക്സ്റ്റ് വൺ RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. A type of blood cell that is made in the bone marrow and found in the blood. Red blood cells contain a protein called hemoglobin, which carries oxygen from the lungs to all parts of the body. അസ്ഥിമജ്ജയിൽ നിർമ്മിച്ച് രക്തത്തിൽ കാണപ്പെടുന്ന ഒരുതരം രക്തകോശമാണ് RBC. ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നു. നെക്സ്റ്റ് വൺ WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. എ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽ ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ദ ബോൺ മാരോ ആൻഡ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ആൻഡ് ലിംഫ് ടിഷ്യൂ. വൈറ്റ് ബ്ലഡ് സെൽസ് ആർ പാർട്ട് ഓഫ് ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. അസ്ഥിമജ്ജയിൽ നിർമ്മിച്ച ഒരുതരം രക്തകോശം രക്തത്തിലും ലിംഫ് ടിഷ്യൂവിലും കാണപ്പെടുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ് വെളുത്ത രക്താണുക്കൾ. നെക്സ്റ്റ് വൺ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഈസ് എ പോളിമർ കമ്പോസ്ഡ് ഓഫ് 2 polynucleotide chains that coil around each other to form a double helix carrying genetic instructions for the development, functioning, growth and reproduction of all known organisms and many viruses. DNA and ribonucleic acid are nucleic acids. RNA വൈറസുകൾ ഒഴികെ എല്ലാ ജീവജാലങ്ങളുടെയും വളർച്ചയും ഘടനയും പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ജനിതക വിവരങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂക്ലിക് അമ്ലമാണ് DNA. ജനിതക വിവരങ്ങൾ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുക എന്നതാണ് DNAയുടെ പ്രധാന ദൗത്യം. നെക്സ്റ്റ് വൺ RNA, റൈബോന്യൂക്ലിക് ആസിഡ്. Ribonucleic acid is a polymeric molecule essential in various biological roles in coding, decoding, regulation and expression of genes. RNA and deoxyribonucleic acid are nucleic acids. RNA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റൈബോന്യൂക്ലിക് ആസിഡ് ജീവകോശങ്ങളുടെ അടിസ്ഥാന ജനിതക ഘടകമാണ്. ചിലതരം ബാക്ടീരിയ DNA-ക്ക് പകരം RNA-യെ ജനിതക ഘടകമായി ഉപയോഗിക്കുന്നു. ജനിതകപരമായി സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണിവ. ഇന്ന് ഡിസ്കസ് ചെയ്ത അബ്രീവിയേഷൻസും അതിൽ ഓരോന്നിൻ്റെ പ്രാധാന്യവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഇതിനു മുമ്പിട്ടിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭ്യമാണ്. നന്ദി.